നമസ്കാരം. ധനുലഗ്നം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 17-ാം തീയതി അഥവാ 2026 ജനുവരി 1. ജ്യോതിഷപ്രകാരം ഇന്നത്തെ ഗ്രഹനില ഉദയരാശി ധനുരാശിയാണ്. ധനുരാശിയിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. മൂന്നാം ഭാവമായ കുംഭൻ രാശിയിൽ രാഹുവും ഗുളികനും, അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ ശനിയും, ആറാം ഭാവത്തിൽ ചന്ദ്രനും, ഏഴാം ഭാവത്തിൽ ലഗ്നാധിപനായ വ്യാഴവും സ്ഥിതി ചെയ്യുന്നു. ഗ്രഹനില പ്രകാരം ശുഭവർഷം നല്ലതാണ്. ശുഭവർഷത്തിൻ്റെ ഗ്രഹസ്ഥിതി പ്രകാരം രാശിയിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ മൗഢ്യത്തിലാണ് ബുധനും ചൊവ്വയും ശുക്രനും. മൗഢ്യം വരുമ്പോൾ ഫലദാനശേഷി കുറയും. അപ്പോൾ ആ കരഗ്രഹമായിരിക്കുന്ന വിഷയങ്ങളിൽ അതിന് ഫലദാനം തരാനുള്ള ശേഷികൾക്ക് കുറവാണ്. പക്ഷേ ഇവിടെ വലിയ യോഗങ്ങളാണ് ഈ രാശിയിൽ ഉദിച്ചിരിക്കുന്നത്. വ്യാഴവും ബുധനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. വ്യാഴവും ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. ശനി ലഗ്നത്തിലേക്കും ചൊവ്വ ശനിയെയും വീക്ഷിക്കുന്നു. ഇങ്ങനെ കുറേ യോഗങ്ങളുണ്ട്. പരസ്പര ദൃഷ്ടി, ആദിമാനുഷ്യ യോഗം എന്നൊക്കെ ഗുരുശുക്ര ദൃഷ്ടിക്ക് പറയും. ഇന്ന് ജനിക്കുന്ന ഈ സമയങ്ങളിൽ ജനിക്കുന്ന ധനുരാശിയിലെ നമ്മുടെ സമയങ്ങൾ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പുതുവർഷ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന് തന്നെ വളരെ ഒരു മോശമായ സ്ഥിതിയാണ്. അതിലേറ്റവും കൂടുതൽ വരുന്നത് ഗ്രഹങ്ങളെ അനുസരിച്ച് നോക്കുമ്പോൾ അംഗകാരകനായിരിക്കുന്ന ചൊവ്വ അഥവാ സേനാപതി ചൊവ്വ ലഗ്നത്തിൽ മൗഢ്യമായിരിക്കുന്നു. ശനിയെ വീക്ഷിക്കുന്നു. അഗ്നിയും വായുവാണ്. അതുപോലെ ശനി ചൊവ്വയെ വീക്ഷിക്കുന്നു. അസുരഗുരുവായ ശുക്രൻ ദേവഗുരുവായ വ്യാഴത്തെയും അഥവാ ബൃഹസ്പതിയെ വീക്ഷിക്കുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ലോകത്ത് അഗ്നിയും വായുവും അതുപോലെ തന്നെ ആറാം ഭാവത്തിലിരിക്കുന്ന ചന്ദ്രൻ്റെ ഇപ്പം ജലവും തമ്മിലുള്ള ഒരു യോഗങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലോകത്തിന് വലിയ മോശമായ സ്ഥിതിഗതികളാണ് വരാൻ പോകുന്നത്. അതിലേറ്റവും മുൻകൂട്ടി പറയേണ്ടത് സാമ്പത്തിക വ്യവസ്ഥയിൽ പല വലിയ ഒന്നാം സ്ഥാനം ഇരിക്കുന്ന രാജ്യങ്ങളൊക്കെ അത് പിറകോട്ട് പോകേണ്ട എല്ലാവിധ സാധ്യതകളുമാണ്. സാമ്പത്തിക ഞെരുക്കമുണ്ടാവും. മനുഷ്യർക്കിടയിൽ പല പല വിപത്തുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യാധിപന്മാർ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഭരണം കൈക്കലാക്കുന്ന ഒരു സ്ഥിതിഗതികളാണ് നാം കാണുന്നത്. അത് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക, ബർമ്മ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, പാകിസ്ഥാൻ, നേപ്പാൾ ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഈ വർഷം കാണാം. അതുപോലെ തന്നെ എത്ര വലിയ രാജ്യത്താണെങ്കിലും വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളാണ് മുൻകൂട്ടി കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തടക്കം വലിയ ഭരണമാറ്റങ്ങൾക്ക് തലപ്പത്തിരിക്കുന്നത്, ഭരണമാറ്റങ്ങൾ വരെ സംഭവിക്കേണ്ട എല്ലാവിധ യോഗങ്ങളും ഉണ്ട്. നേതൃത്വമാറ്റം, ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ നേതൃത്വമാറ്റം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സ്ഥിതികളായാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നേതൃത്വ മാറ്റം ഉണ്ടാകേണ്ട എല്ലാവിധ യോഗങ്ങളും
കാണുന്നു. അതുപോലെ തന്നെ ഭൂരിപക്ഷമില്ലാതെ ഭരിക്കേണ്ട ഒരു അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഗ്രഹനില പ്രകാരം. അതുപോലെ തന്നെ കാലാവസ്ഥ, സൂര്യൻ്റെയും ബുധൻ്റെയും യോഗങ്ങളാണ് വരാൻ പോകുന്നത്. അത് ജലരാശിയിലെത്തുമ്പോഴേക്കും നമ്മുടെ മാർച്ച് മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും നല്ല മഴ ലഭിക്കാനും, അതുപോലെ തന്നെ മഴ കൂടി വന്ന് നമ്മുടെ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ജലം കൊണ്ടുള്ള വിപത്തും, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അഗ്നി കൊണ്ടുള്ള യുദ്ധസമാനം യുദ്ധങ്ങളും കാര്യങ്ങളും അഗ്നിവർഷങ്ങളും തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ രാജ്യങ്ങളിലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതാണ് പുതുവർഷം. ഇവിടെ എടുത്തു പറയാനുള്ളത്, രാശി സംബന്ധിച്ച് നമ്മുടെ ധനുരാശിയിലിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉള്ള രാശിക്കാർക്ക് കുറേ വർഷമായിട്ടുള്ള വേദനകളും ത്യാഗങ്ങൾക്കും ഒരുവിധം ശാന്തി ലഭിക്കും ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ, ഈ നമ്മുടെ ഉദയരാശി സമയമായിരിക്കുന്ന സമയങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ 8 മണിക്കുള്ളിൽ, ഇന്ന് രാവിലെ 8 മണിക്കുള്ളിൽ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ ഗ്രഹസ്ഥിതി നല്ലതാണ്. പക്ഷേ ഗ്രഹങ്ങൾക്ക് മൗഢ്യമുള്ളതുകൊണ്ടും അതിനും ഡിഗ്രി വൈസ് നല്ല ബലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ സമയങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നല്ല ഒരു യോഗമാണ് ഉള്ളത്. ഒരുപാട് യോഗങ്ങൾ, പരിവർത്തന യോഗമുണ്ട്, ദൃഷ്ടികളും ഉള്ള, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. പുതുവർഷത്തിൽ എല്ലാവർക്കും ധനുലഗ്നം ജ്യോതിഷത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യമായിട്ടുള്ള ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.